ഹലോ, എല്ലാവർക്കും ഗ്യാസ് ഓഫീസിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ ഇതേ സിറ്റുവേഷൻ നമ്മുടെ ഡോഗ്സിൻ്റെ കണ്ണിൽ വരുവാണെങ്കിലോ നമുക്ക് ഇതിനെപ്പറ്റി നല്ലൊരു വെറ്റിനറി ഡോക്ടറോട് തന്നെ ചോദിച്ചാലോ. ഹലോ, ഐ ആം ഡോക്ടർ വിമൽ, വെറ്റിനറി സർജൻ. നായ്ക്കളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. കൺപോളകളെയും കണ്ണിനെയും ആവരണം ചെയ്യുന്ന കൺജങ്ക്റ്റൈവ എന്ന് പറഞ്ഞ സ്ഥലത്തിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. എന്തെങ്കിലും ഇറിറ്റൻ്റ് ആയിട്ടുള്ള വസ്തുക്കൾ കണ്ണിൽ പറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ഉണ്ടാവുക, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ കണ്ണുകളുടെ കണ്ണുനീരുൽപാദനം താരതമ്യേന കുറഞ്ഞു വരുന്ന ഒരസുഖമുണ്ട്, ഡ്രൈ ഐ എന്ന് പറഞ്ഞ കണ്ടീഷൻ. പിന്നെ കൺപോളകളുടെ ഘടനയിലുള്ള വ്യത്യാസം കൊണ്ട് സ്ഥിരമായിട്ട് കണ്ണിൽ ഒരഞ്ഞ് കൺജങ്ക്റ്റിവൈറ്റിസ് ഒക്കെ വരാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൺജങ്ക്റ്റൈവ എന്ന് പറഞ്ഞ സ്ഥലത്തിന് വളരെ ചുവന്നായിട്ട് കാണുക, അതിൻ്റെ അകത്തൂടെ സെക്രീഷൻസ് വരിക, ചിലപ്പോൾ വാട്ടറി സെക്രീഷൻസ് ആയിരിക്കും, ചിലപ്പോൾ മഞ്ഞ കലർന്ന അല്ലെങ്കിൽ വെള്ള കലർന്ന, ചിലപ്പോൾ ഗ്രീനിഷ് കളർ വരെയുള്ള സെക്രീഷൻസ് വരാം. കണ്ണ് തെരിതെരെ അടയ്ക്കുക, കണ്ണ് വെട്ടിക്കുക, ചിലപ്പോൾ ഈ കൈ ഉപയോഗിച്ചിട്ട് കണ്ണിങ്ങനെ മാന്തുവാൻ ശ്രമിക്കുക. കൂടുതലായിട്ട് വരുന്ന അവസ്ഥയിൽ കൺപോളകൾ രണ്ടും ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥകൾ വരെ ഉണ്ടാവാം. ഇത് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഇതുണ്ടായി എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷനൊക്കെയാണ് ആൻറ്റിബയോട്ടിക് കൊണ്ടും, ഫോറിൻ ബോഡി വല്ലതാണെങ്കിൽ അതെടുത്ത് റിമൂവ് ചെയ്യുക, കണ്ണിലെ മുറിവാണെങ്കിൽ ലോങ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കുക, അൾസർ ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, പിന്നെ കൺപോളകളുടെ ഘടനയിലെ വ്യത്യാസം കൊണ്ടാണെങ്കിൽ സർജറി മുതലായവ ആവശ്യമായി വന്നേക്കാം. കണ്ണിൻ്റെ ഈ ലക്ഷണങ്ങളോടുകൂടി ഒരു ഡോഗിനെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെറ്റിനറിയനെ ഉടൻ സമീപിക്കേണ്ടതാണ്. ഇതുപോലെ പെറ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഡോഗ്സിന് പ്യൂർ ഓർഗാനിക് ഫ്രഷ് ഫുഡ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു മെസ്സേജ് അയക്കുക, താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്യുക. താങ്ക്